ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം നമ്മളെ യേശുവിന്റെ പ്രഘോഷണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ കിരുസ്വം അതിന്റെ അവസാനത്തെ ക്ലാസ് ആണ്. യേശുവിന്റെ കിരുസ്വയുടെ മാർഗം. കഴിഞ്ഞ ആഴ്ച നമ്മള് യേശുവിന്റെ കിരുസ്വയുടെ ലക്ഷ്യം എന്താണെന്നാണ് കണ്ടത്. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം എന്നൊന്ന് പറയാമോ? യേശുവിന്റെ കിരുസ്വയുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് സൗണ്ട് ഓൺ ചെയ്ത് പറയാം. പറഞ്ഞോ. മുഴുവൻ മാനവരാശിയുടെയും രക്ഷ. മുഴുവൻ മാനവരാശിയുടെയും രക്ഷ. രക്ഷ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു രക്ഷ? പാപത്തിൽ നിന്നുള്ള മോചനം, പിന്നെ ദൈവിക ജീവൻ സ്വന്തമാക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും രക്ഷയായിരുന്നു യേശുവിന്റെ പ്രഘോഷണത്തിന്റെ ലക്ഷ്യം എന്നുള്ളത്. യേശു ദൈവരാജ്യത്തെ കുറിച്ചാണ് പ്രഘോഷിച്ചത്. ആ ദൈവരാജ്യത്തെ കുറിച്ച് ഈശോ പ്രഘോഷിച്ചപ്പോൾ ഈശോയ്ക്ക് ലക്ഷ്യമുണ്ടായിരുന്നത് എല്ലാവരെയും, മാനവരാശി മുഴുവൻ അല്ലെങ്കിൽ ലോക ജനത മുഴുവൻ രക്ഷ പ്രാപിക്കുക എന്നുള്ള, എല്ലാവരെയും രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു യേശുവിന്റെ കിരുസ്വയുടെ അല്ലെങ്കിൽ പ്രഘോഷണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, പാപത്തിൽ നിന്നുള്ള മോചനവും, രണ്ട്, ദൈവിക ജീവൻ സ്വന്തമാക്കലും. പാപത്തിൽ നിന്ന് മോചനം എന്ന് പറയുമ്പോൾ അനുരഞ്ജനം സാധ്യമാക്കി ഈശോ. എല്ലാ വിധത്തിലുമുള്ള അനുരഞ്ജനം, ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം, സഹോദരങ്ങളുമായിട്ട്, പ്രപഞ്ചവുമായിട്ട് തന്നോട് തന്നെയുള്ള ഒരു അനുരഞ്ജനം സാധ്യമായി, അനുസരണത്തിലൂടെ അനുരഞ്ജനം സാധ്യമാക്കി ഈശോ അങ്ങനെ നമ്മളെ ഒരു അനുരഞ്ജനത്തിലൂടെ കടത്തിക്കൊണ്ടുപോയി. രണ്ടാമതാണ് പാപപരിഹാരം ചെയ്തു. കുരിശുമരണത്തിലൂടെ പാപപരിഹാരം ചെയ്തു, പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്തു. മൂന്ന്, നീതീകരിച്ചു. നമ്മുടെ ഒരു യോഗ്യത കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും നീതീകരിച്ചു. നാലാമതൊരു കാര്യമാണ് സ്വാതന്ത്ര്യത്തിലേക്ക്. എന്നുവെച്ചാൽ പാപത്തിന്റെ അടിമത്തിൽ, സാത്താന്റെ അടിമത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഈശോ കടത്തിക്കൊണ്ടുവന്നു. അങ്ങനെ പാപത്തിലുള്ള പരിപൂർണമായ മോചനം, ഏതെങ്കിലും തലത്തിലല്ല, പരിപൂർണമായ മോചനം നൽകി. പിന്നീട് പരിശുദ്ധാത്മാവിനെ നൽകി, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ദൈവിക ജീവനിൽ ജീവിക്കുവാൻ വേണ്ടി ആത്മാവിൽ പുതുജീവിതം ഈശോ നൽകി. അങ്ങനെ ഈശോ നമ്മുടെ ജീവിതത്തില് രക്ഷ സാധ്യമാക്കി നൽകി. ഈശോ തന്റെ ജനന മരണ ഉദ്ധാന മഹത്വീകരണത്തിലൂടെയാണ് മനുഷ്യരക്ഷ പൂർത്തിയാക്കിയത്. അങ്ങനെ ഈശോ പൂർത്തിയാക്കിയ രക്ഷ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വന്തമാക്കാനാകുക? യേശു പ്രഘോഷിച്ച ദൈവരാജ്യം അല്ലെങ്കിൽ രക്ഷ, ഇത് തന്നെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. രക്ഷ തന്നെയാണ് ദൈവരാജ്യം. അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനാവുക? അതിന് ഏത് മാർഗമാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നത്. അതിന് നമ്മൾ കണ്ടു, നമ്മൾ ആ ഷൂബ് ക്ലാസ്സിലൂടെ 10 ദിവസത്തെ ക്ലാസ്, 10 ആഴ്ചയിലെ ക്ലാസ്സിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ കണ്ടു, അവിടെ യേശുവിന്റെ രക്ഷ സ്വന്തമാക്കുവാൻ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടത്. ഇവിടെയും ഈ ഒരു രക്ഷ സ്വന്തമാക്കുവാൻ യേശു ദൈവരാജ്യം പ്രഘോഷിക്കുമ്പോൾ ആ രക്ഷ സ്വന്തമാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് വിശ്വാസവും മാനസാന്തരവും തന്നെയാണ്. യേശു തന്റെ പീഡാസഹനം, മരണം, ഉദ്ധാനം എന്നിവയിലൂടെ അവിടുന്ന് നേടിത്തന്ന രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ട പ്രത്യുത്തരമാണ് വിശ്വാസവും മാനസാന്തരവും. യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ജനന മരണ ഉദ്ധാന മഹത്വീകരണത്തിലൂടെ അവിടുന്ന് കുരിശിൽ മരിച്ച് ഒരുപാട് പീഡകൾ സഹിച്ച് പിന്നീട് ഉദ്ധാനം ചെയ്യും. അങ്ങനെ മഹത്വീകരിക്കപ്പെടുന്ന നേടിത്തന്ന രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടേതായ ഭാഗത്തിൽ ആ രക്ഷ നമ്മൾ സ്വന്തമാകണമെങ്കിൽ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് എനിക്ക് അനുഭവിക്കാനാകണമെങ്കിൽ, എന്റെ കുടുംബത്തിൽ എനിക്ക് അനുഭവിക്കാനാണെങ്കിൽ, എന്റെ ജോലി സ്ഥലത്ത് എനിക്ക് അത് അനുഭവിക്കാനാകണമെങ്കിൽ, എന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഞാൻ എവിടെയൊക്കെയാണോ, ചിലപ്പോൾ എന്റെ രോഗാവസ്ഥകളിലായിരിക്കാം, എന്റെ ബലഹീനമായ പല അവസ്ഥകളിലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതൊരു അവസ്ഥയിലും ഈ രക്ഷ നമ്മൾ ഓരോരുത്തരെയും സ്വന്തമാകണമെങ്കിൽ, എനിക്ക് അനുഭവിക്കാനാകണമെങ്കിൽ, എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചെയ്യേണ്ട ഒരു പ്രത്യുത്തരമാണ് എന്റെ വിശ്വാസവും മാനസാന്തരവും എന്ന് പറയുന്നത്. വിശ്വാസവും മാനസാന്തരം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ആ ഷൂബിന്റെ ക്ലാസ്സിൽ വളരെ വിശാലമായിട്ട് കണ്ടതാണ്. അവിടെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ, നാം ചെയ്യണം. എനിക്ക് എന്റെ അടുത്തേക്ക് രക്ഷ കടന്നു വരുമ്പോൾ
അത് കൈ നീട്ടി മേടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ട് കരവും നീട്ടി മേടിക്കുന്നത് പോലെ എന്റെ ഭാഗത്തു നിന്നൊരു പ്രത്യുത്തരം ഞാൻ ചെയ്യാൻ ആവശ്യമാണ്. നമ്മള് പലപ്പോഴും, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പല കാര്യങ്ങളും പലരും തരാറുണ്ട്. ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വലിയ കുഴിയിലാകപ്പെട്ട് കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരാൾ വന്ന് രക്ഷിക്കാൻ വരുമ്പോൾ ആ ആൾ കരം നീട്ടി തരുമ്പോൾ നമ്മൾ രണ്ട് കരം നീട്ടി ചാടി അതിൽ പിടിക്കും. സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നു പറയുന്നത്. ഈ വിശ്വാസ മാനസാന്തര പ്രത്യേകതയെ കുറിച്ച് 4 സുവിശേഷകന്മാരും 4 രീതിയിൽ പറഞ്ഞിരിക്കുന്നു, എങ്കിലും 4 ഒന്ന് തന്നെയാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് യേശുവിന്റെ പ്രഘോഷണത്തില് ദൈവരാജ്യമായിരുന്നു വിഷയം. അതിന്റെ ലക്ഷ്യം എല്ലാവരുടെയും രക്ഷയായിരുന്നു. ഇതിനെക്കുറിച്ച് ഈ ഒരു മാർഗത്തെ, ആ രക്ഷ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള മാർഗം വിശ്വാസവും മാനസാന്തരവുമാണെന്ന് നാം കാണുകയാണ്. ആ വിശ്വാസവും മാനസാന്തര പ്രത്യയത്തെ കുറിച്ച് 4 സുവിശേഷകന്മാർ, യേശുവിന്റെ പ്രഘോഷണം മുഴുവനും നടക്കുന്നത് അവിടെയാണല്ലോ. 4 സുവിശേഷകന്മാരാണ് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മത്തായും മർക്കോസും ലൂക്കായും യോഹന്നാനും. ഈ 4 സുവിശേഷകന്മാരും 4 രീതിയിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അത് 4 ഒന്ന് തന്നെ. അവർ പറഞ്ഞ രീതി വ്യത്യാസമായിരുന്നു. അവർ അവതരിപ്പിച്ച രീതികളൊക്കെ വ്യത്യാസമായിരുന്നു. യേശു ഇന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട്, ഇന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടൊക്കെയാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് പറയുമ്പോഴും അതിലെല്ലാം നിഴലിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ അതിലെല്ലാം കാണുന്ന ഒരേ ഒരു കാണുന്ന കാര്യം, നമ്മളെല്ലാവരും വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം എന്നുള്ളത് തന്നെയാണ്. നാം അതൊന്ന് കാണാൻ പോവുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തില് ഈശോ പറയുന്നു, മർക്കോസ് ലീഗ പറയുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കാണുന്നത്. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. യേശു പറയാണ്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവിന്റെ പ്രഘോഷണ വിഷയം ദൈവരാജ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുകയും ചെയ്തതാണ്. അത് പറയാണ്, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കും. മാനസാന്തരപ്പെടുവിൻ എന്നുള്ള വാക്ക് നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്, അല്ലെ? നമ്മള് ഷൂബിന്റെ ക്ലാസ്, ഷൂബ് എന്ന് പറയുന്നത് തന്നെയാണ് മാനസാന്തരപ്പെടുവിൻ എന്ന് പറയുന്നത്. തിരികെ വരിക, മടങ്ങി വരിക എന്നുള്ളതൊക്കെയാണ് ഷൂബിന്റെ അർത്ഥം എന്ന് നമുക്കറിയാം. ഇവിടെ ഉദ്ദേശിക്കുന്ന മാനസാന്തരപ്പെടുവിൻ എന്ന് പറയുന്നത് അതിന് ഷൂബ് എന്നാണ് അവിടെ പറയുന്നത്. ജോഷിയച്ചന്റെ ക്ലാസ്സില് ഷൂബ് എന്നാൽ എന്ത് എന്നുള്ള ജോഷിയച്ചന്റെ ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുള്ളതാണ്. ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് മനസ്സിലാക്കിയിട്ടുണ്ട്. യേശു പറയാണ്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്ന ഒരു കാര്യം. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് എന്തായിരിക്കും? സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം, മർക്കോസ് സുവിശേഷത്തില് ഈശോ അല്ലെങ്കിൽ മർക്കോസ് ലീഗ അത് പറയുന്നത്, പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത്. ആശ്രയപരമായിട്ടുള്ള മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സമർപ്പിക്കുക എന്നുള്ളത്. വിശ്വസിക്കുവിൻ, അതോടൊപ്പം മാനസാന്തരപ്പെടുവിൻ എന്ന് പറയുമ്പോൾ സമർപ്പിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പരിപൂർണമായ ആശ്രയത്വവും പരിപൂർണമായ സമർപ്പണവുമാണ് ഈശോ അവിടെ പറയുന്നത്. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. എന്നുവെച്ചാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരു തളർവാദ രോഗിയെ 4 പേർ ചേർന്ന് നമുക്ക് കൊണ്ടിരുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്തായി 9-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കാണുകയാണ്, 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ യേശുവിന്റെ അടുത്തുണ്ട്. യേശു ഒരു ഭവനത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ കൊണ്ടുവരുമ്പോൾ അവിടെ ഭയങ്കര തിക്കും തിരക്കാണ്. അവിടെ അവർക്ക് യേശുവിന്റെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അവര് ആ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ മുന്നിലേക്ക് ആ വ്യക്തിയെ ഇറക്കുന്നുണ്ട്. അവിടെ അവർ ആശ്രയിക്കുകയാണ്. യേശുവിന് രക്ഷ നൽകാൻ കഴിയുമെന്നുള്ള ആ തിരിച്ചറിവ്, യേശു രക്ഷകനാണെന്നുള്ള തിരിച്ചറിവിൽ അനേകരുടെ ജീവിതത്തിൽ രക്ഷ നൽകിയ യേശുവിനെ തങ്ങളുടെ സുഹൃത്തിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ രോഗിയുടെ ജീവിതത്തിൽ രക്ഷ നൽകാൻ സാധിക്കും എന്നുള്ള ആ അറിവിൽ അവർ വിശ്വസിക്കുകയും അതിൽ അവർ ആശ്രയിച്ചുകൊണ്ട് അവർ ആ വ്യക്തിയെ കൊണ്ടുവന്ന് അവരെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന, യേശുവിന്റെ അടുത്ത് കൊണ്ടുവരുന്നു, യേശു ആ വ്യക്തിക്ക് രക്ഷ നൽകുന്നു ഒക്കെ നാം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ മർക്കോസിലേക്ക് പറയുകയാണ്, പൂർണ്ണമായിട്ടും ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കുക എന്നുള്ളത് നമ്മൾ കാണുകയാണ്. രണ്ടാമത് വീണ്ടും നാം കാണുന്നത്, നമ്മൾ പാപിനിയായ സ്ത്രീയെ കാണുന്നുണ്ട്. പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഓടിച്ച് കൊണ്ടുവന്ന് യേശുവിന്റെ മുന്നിലേക്ക് എത്തുന്നത്. യേശുവിനെ പരീക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും
അവിടെ അവൾക്കും ആശ്രയിക്കാനുള്ളത് യേശുവിലായിരുന്നു. യേശുവിൽ ആശ്രയിച്ചിരിക്കുന്ന അവളുടെ ജീവിതത്തിലേക്ക് രക്ഷ കടന്നു വരുന്നത് നാം കാണുന്നത്. ഇവിടെ നാം കാണുന്ന ഒരു കാര്യം, വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ബൈബിളിൽ വിശ്വാസം ബുദ്ധിപരമായ ബോധ്യം എന്നതിനേക്കാൾ ദൈവത്തിലുള്ള ആശ്രയത്വവും കുറെ കണ്ടമാനം വിളയുന്നുണ്ട് കേട്ടോ. സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യോ? മ്യൂട്ട് ചെയ്തു. എന്ന് പറയുമ്പോൾ മർക്കോസ് ലീഹ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണ്? ബൈബിൾ വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് അളക്കണം, അല്ലെങ്കിൽ ബുദ്ധിയിൽ കിട്ടേണ്ട ഒരു ബോധ്യമല്ല അതല്ല. എന്നതിനേക്കാൾ ദൈവത്തിലുള്ള ആശ്രയത്വവും സമ്പൂർണമായ സമർപ്പണം, പൂർണ്ണമായിട്ടും ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കുന്ന വ്യക്തികളായി തീരുക എന്നുള്ളത്. മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ഈശോ പറയുന്ന കാര്യമാണ്, നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ളത്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക. അവിടുത്തെ രാജ്യം ഇപ്പൊ പറയാണ്, ദൈവരാജ്യം സ്വന്തമാക്കണമെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നുള്ളത്. അപ്പോൾ ഈശോ ഒരു സ്ഥലത്ത് പറയുന്നു, ദൈവരാജ്യം അന്വേഷിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ അവിടെ നീതി അന്വേഷിക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ബാക്കിയെല്ലാം കൂടെ നടന്നുകൊള്ളും എന്ന് ഈശോ പറയുകയാണ്. അവിടെ വീണ്ടും മർക്കോസ് 1:15 പറയാണ്, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനത്തോടൊപ്പം പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത്. രണ്ടാമത് മത്തായി ശ്ലീഹ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അവിടെ പറയുകയാണ്, സത്യം സത്യമായി, മത്തായി 18:3 പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മനസ്സു തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് പ്രവേശിക്കുകയില്ല. നിങ്ങൾ മനസ്സു തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഈശോ ഉദ്ദേശിച്ചത്? മനസ്സ് തിരിഞ്ഞെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷൂബ് തന്നെ എന്നാണ് പറയുന്നത്. തിരികെ വരവ്, മനസ്സ് തിരിഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ യേശുവിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരികെ വരിക എന്ന് തന്നെയാണ് പറയുന്നത് മനസ്സ് തിരിഞ്ഞെന്ന് പറയുന്നത്. ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ, നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യം ശിശു മനോഭാവം സ്വീകരിക്കുക, ശിശുക്കളുടെ ലാളിത്യം സ്വീകരിക്കുക, ശിശുക്കളെ പോലെ ചെറുതാവുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഇവിടെ മത്തായി ശ്ലീഹ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ലേ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രക്ഷ സ്വന്തമാക്കാൻ ആവുകയില്ല എന്ന് ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്. ശിശുവിനെ പോലെ ആയില്ലെങ്കിൽ, ശിശു എന്താണോ ആകുന്നത് അതുപോലെ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് ഈശോ പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ പറയുന്നത് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ എന്നുള്ളത്. നമ്മൾ ഇവിടെ ഈശോ പറയുന്ന രക്ഷ സ്വന്തമാക്കണമെങ്കിലോ അല്ലെങ്കിൽ സ്വർഗരാജ്യം സ്വന്തമാക്കണമെങ്കിലോ ചെയ്യേണ്ട കാര്യം ശിശുക്കളെ പോലെ ആകുക എന്നുള്ളത്. അപ്പോൾ ശിശുക്കളെ പോലെ ആകുക എന്ന് പറയുമ്പോൾ ശിശുവിന്റെ നിഷ്കളങ്കതയല്ല, അല്ലെങ്കിൽ ശിശു സഹജമായ മനോഭാവങ്ങളല്ല അവിടെ പറയുന്നത്. പ്രത്യേക മാതാപിതാക്കളുടെ അതിന്റെ ആശ്രയത്വമാണ്. ശിശുക്കള് പരിപൂർണമായിട്ടും ദൈവത്തിൽ അല്ലെങ്കിൽ തന്റെ മാതാപിതാക്കളിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇപ്പൊ 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലാണ്. എൻ്റെ ഇളയ മകന് ന്യൂമോണിയ പിടിപെട്ടിട്ട് അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ അനിയൻ വീട്ടിൽ നിന്ന് വന്നു. കാരണം ക്ലാസ് ചെയ്യുന്ന സമയത്ത് അവന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പോകേണ്ടി വന്നു, എക്സ്റേ എടുക്കാൻ പോകേണ്ടി വന്നു, ബ്ലഡ് എടുക്കാൻ സിസ്റ്റേഴ്സ് വന്നു. അപ്പൊ അനിയൻ ഉണ്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷെ ഈ 2-3 ദിവസമായിട്ട് പരിപൂർണമായിട്ടും അവൻ ആശ്രയിക്കുന്നവനാ. എന്നെ തന്നെ ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ട് അവൻ നിൽക്കുന്നത്. കാരണം അവന്റെ കൂടെ ഹോസ്പിറ്റലായിരിക്കുന്നത് ഞാനാണ്. വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ അവൻ കുറച്ച് സ്വാതന്ത്ര്യത്തോടെ അവിടെയൊക്കെ നടക്കുമായിരുന്നു, അവന്റെ സ്വാതന്ത്ര്യമത്തോടെ നടക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ അവന്റെ ഒരു ആശ്രയം മുഴുവനും എന്നിലാണ്. അവൻ എന്ത് കാര്യമുണ്ടെങ്കിലും ഓടി വന്ന് എന്നോട് ചേർന്നിരിക്കും. സാധാരണ അവനെ കിടക്കുന്ന സമയത്ത് അവനെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കിടക്കുമല്ലോ, അങ്ങനെ കിടക്കാന്ന് പറയുന്നത് അവന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അവന് അങ്ങനെ സ്വതന്ത്രമായിട്ട് അവന് കിടക്കണം. പക്ഷെ ഇപ്പൊ കിടക്കുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പൊ ആ കെട്ടിപ്പിടിച്ചണം എന്ന് പറയും. അവന്റേതായ ഭാഷയിൽ അവൻ പറയുന്നതാണ്. കാരണം അവന് ആശ്രയിക്കാൻ വേറെ ഒന്നുമില്ല. കാരണം കൈമയൊക്കെ സൂചിയെ കുത്തി വെച്ചേക്കണം. അങ്ങനെ ആകെ ഒരു വയ്യാത്തൊരു അവസ്ഥയിലൊക്കെ വെച്ചിരിക്കുന്നത്, ക്ഷീണമാണ്. അപ്പോൾ ഒരു ശിശുവിന്റെ അതാണ് അവന്റെ മാതാപിതാക്കളുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ആശ്രയം. അതാണ് ഇവിടെ പരാമർശിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഓരോ ക്രിസ്തു ശിഷ്യനും ദൈവത്തിൽ സമ്പൂർണമായിട്ട് ആശ്രയിക്കണം എന്നുള്ളതാണ് നമ്മളോട് മത്തായി ശ്ലീഹ പറയുന്നത്. നമ്മള് രക്തസ്രാവക്കാരിയെ കാണുന്നുണ്ട്. സമൂഹത്തിൽ ഇറങ്ങാൻ പാടില്ല. രക്തസ്രാവമുള്ള സ്ത്രീകൾ അന്നത്തെ യഹൂദ ജനതയുടെ നിയമങ്ങളോ അല്ലെങ്കിൽ യഹൂദ ജനതയുടെ സാമൂഹികമായ വശങ്ങളോ വെച്ചുകൊണ്ട് ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. പുറത്തിറങ്ങി സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു രക്തസ്രാവക്കാരി എന്ന് പറയുന്നത്.
നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിലൊക്കെ അത് കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിലുള്ള വലിയ ആശ്രയത്വത്തോടു കൂടി ഒരു ശിശുവിനെ പോലെ അവൾ വന്ന് അവളവിടെ പറയുന്നത് കാണുന്നത്, യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടാൽ, അവളുടെ വിശ്വാസം അതാണ്, അവരുടെ ആശ്രയം. അതിൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും, എനിക്ക് സൗഖ്യപ്പെടാൻ സാധിക്കും, എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന അത്രയേറെ ദൈവത്തിൽ അല്ലെങ്കിൽ യേശുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഒരു ശിശുവിനെ പോലെ അത്രയും, വേറെ ഒന്നിലും എനിക്ക് ആശ്രയിക്കാനില്ല. ഒരു കുഞ്ഞിന് തന്റെ അപ്പനും അമ്മയിൽ അല്ലെങ്കിൽ മാതാപിതാക്കളിലാണ് ആശ്രയിക്കാൻ ശിശു ആയിരിക്കുമ്പോൾ സാധിക്കുക എന്നുള്ളത് നമുക്കറിയാം. ഒരു മിനിറ്റ്. ഒരു ശിശുവിന് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുമക്കള് ഉള്ളതാണ്. ഇപ്പൊ മുളയമണി ചേച്ചിയുടെ വീട്ടിലൊക്കെ കുഞ്ഞുമക്കളുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേറെ ആശ്രയങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത്. രണ്ടാമത് നമ്മൾ വീണ്ടും കാണുന്നതാണ് അന്ധനായ ബർത്തിമ്യൂസിൽ നമ്മൾ കാണുന്നുണ്ട്. വലിയ തിക്കിലും തിരക്കിലും ഒക്കെ ഇരുന്ന് വെച്ചാൽ ആ നഗരത്തില്, ജെറുസലേം നഗരത്തില് അല്ലെ ജെറീക്കോയിലേക്ക് പോണ അവിടെ ഇരിക്കുകയാണ്, അവൻ ഭിക്ഷയാചിക്കാനിരിക്കുന്നത്. പക്ഷെ അവിടെയുള്ള ഒരു ആരവം കേൾക്കുമ്പോൾ, വളരെ തിക്കും തിരക്കിന്റെ ആരവം കേൾക്കുന്ന സമയത്ത് അവൻ ചോദിക്കാൻ, ആരാണ് ഇത്ര തിക്കും തിരക്കും ഉണ്ടാക്കി പോകാൻ സാധ്യത, അല്ലെങ്കിൽ ഇത്ര ആരവം ഉണ്ടാകാനുള്ള കാരണം എന്താണ് ചോദിക്കുമ്പോൾ, നസ്രായനായ യേശു അതിലെ പോകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അവൻ അതിക്ക് മുമ്പ് കേട്ടിട്ടുണ്ട്. യേശുവിനെ അനേകർ സൗഖ്യപ്പെടുത്തുന്നുണ്ട്, അനേകരുടെ കണ്ണുകൾക്ക് കാഴ്ച നൽകിയിട്ടുണ്ട്, അനേകരെ തളർവാദ രോഗികളെ അവൻ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലൊക്കെ ആവശ്യമായ രക്ഷ അവൻ പകർന്നു കൊടുത്തത് തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ അറിഞ്ഞ് കേട്ടറിഞ്ഞ അവൻ എന്ത് ചെയ്യണേ, അവിടെ ഇരുന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമേ, എനിക്ക് വേറെ ഇനി ഒരു രക്ഷയുമില്ല, എനിക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല, ഈ ലോകത്തിൽ ഒന്നിനും എനിക്കോ ആർക്കോ എനിക്ക് ഈ കാഴ്ച നൽകുവാനോ എന്നെ രക്ഷപ്പെടുത്തുവാനോ സാധ്യമല്ല എന്നുള്ള വലിയ തിരിച്ചറിവിൽ ഇരുന്നു കൊണ്ട് അവൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ പുത്ര എന്നെ രക്ഷിക്കണമേ, എനിക്ക് കാഴ്ച തരണമേ എന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ്. ഒരു ശിശു സഹജമായ അല്ലെങ്കിൽ ആശ്രയത്വം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിഷ്കളങ്കത എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആശ്രയിക്കുന്ന ആ ബർത്തമീസിനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ആശ്രയിക്കുന്ന അവനിലേക്ക് രക്ഷ പകർന്നു കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒത്തിരി ഇടങ്ങളില് അല്ലെങ്കിൽ ഓരോ യേശുവിന്റെ അത്ഭുതങ്ങളിലും അടയാളങ്ങൾ പറഞ്ഞു വെക്കുമ്പോഴൊക്കെ അവിടെ അനേകരുടെ ആശ്രയത്വം നടക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ആ ശതാധിപൻ വന്നുകൊണ്ട് ഈശോയുടെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മതി, വേറെ ആർക്കും, എന്റെ ഭൃത്യൻ, ഞാൻ വലിയ കഴിവെന്നൊക്കെ മറ്റുള്ളവർ പറയുന്നുണ്ട്, ഞാൻ വലിയ ആളാണ്, ഞാൻ ശതാധിപനാണ്, ഒരുപാട് പട്ടാളക്കാർ എന്റെ പിന്നിലുണ്ട്, ഞാൻ പറഞ്ഞ അവർ അത് ചെയ്യും ഇത് ചെയ്യും, ഒക്കെ ശരിയായിരിക്കാം, പക്ഷെ എനിക്ക് ആശ്രയിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. എന്റെ ശിഷ്യൻ ഇതൊക്കെ വലിയ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന എനിക്ക് എന്റെ പട്ടാളക്കാരനെ അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള എന്റെ സഹോദരനെ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല, അവന്റെ ജീവിതത്തെ തൊടാൻ എനിക്ക് കഴിയുന്നില്ല, അവന്റെ അസുഖത്തിൽ അവനെ ഭേദമാക്കാൻ അല്ലെങ്കിൽ സുഖപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല. അവിടെ കഴിയുന്നത് അവനെ എല്ലാ രീതിയിലും സൗഖ്യപ്പെടുത്താൻ കഴിയുന്നത് ഈശോയെ അങ്ങ് മാത്രമാണ് എന്നുള്ള ഒരു വിശ്വാസം, ആശ്രയപരമായ വിശ്വാസത്തിൽ വന്ന് തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അവിടെ സമർപ്പണം വലിയ ഭയങ്കരമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം പറയുകയാണ്, അങ്ങ് എന്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങൊന്ന് വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും, അങ്ങ് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, കാരണം അങ്ങയ്ക്ക് സാധിക്കും എന്നുമുള്ള ഒരു ആശ്രയബോധം നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നുണ്ട്. വീണ്ടും നമ്മൾ ലൂക്കാ സുവിശേഷനിലേക്ക് കടന്നു പറയുമ്പോൾ മൂന്നാമത്തെ സുവിശേഷം, അപ്പോൾ ഒന്നാമത്തെ സുവിശേഷകനായ അല്ലെ മർക്കോസ് ലീഗ പറയുക, ഒന്നാമത് നമ്മൾ കണ്ടത് മർക്കോസ് ലീഗ പറഞ്ഞു വെക്കുകയാണ്. എന്താ പറഞ്ഞു വെക്കുന്നത്? മർക്കോസ് ലീഗ പൂർണ്ണമായിട്ടുള്ള ദൈവത്തിൽ ആശ്രയിക്കുകയും പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത് മർക്കോസ് ലീഗ പറയുകയാണ്, കുഞ്ഞുങ്ങളെ പോലെയുള്ള ഒരു ആശ്രയിത്വം നമുക്കുണ്ടാകണമെന്നത്. മാതാപിതാക്കളെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ആശ്രയിക്കുന്നത്, അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുക, സുവിശേഷത്തിൽ ആശ്രയിക്കുക എന്നുള്ള, യേശുവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്ക 6:20 ലൂക്ക സുവിശേഷകൻ പറയുകയാണ്, അവൻ തന്റെ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ, എന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഈ ദൈവരാജ്യം സ്വന്തമാക്കണമെങ്കിൽ, ദൈവരാജ്യം നിങ്ങളുടേതായി മാറണമെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യം അരുരുപി ഉള്ളവരായി മാറണമെന്ന് പറഞ്ഞു വെക്കുക. ദൈവരാജ്യം അല്ലെങ്കിൽ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ ദാരിദ്ര്യം ആവശ്യമാണെന്ന് ലൂക്കാ സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നു. എവിടെ
ഭൗതികം പറഞ്ഞു വെക്കുന്ന കാര്യമാണ്, ഭൗതികമായി ദരിദ്രരാണെങ്കിലും ദാരിദ്ര്യാരൂപി ഉണ്ടാകണമെന്നില്ല. ദാരിദ്ര്യാരൂപിയുള്ളവർക്ക് സമ്പത്ത് ഒരു തടസ്സമാവുകയില്ല. എന്ന് പറയുമ്പോൾ ഭൗതികമായി ദരിദ്രരാണെങ്കിലും ചിലപ്പോ ഒന്നുമില്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ വഴിവക്കിൽ ചിലപ്പോൾ ടെന്റ് കെട്ടി കിടക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ 1 രൂപ പോലും കയ്യിലില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ദാരിദ്ര്യങ്ങൾ അനുഭവിച്ചു പോകുന്നവരായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും ദാരിദ്ര്യാരൂപി നമ്മൾ കണ്ടതാണ്. നമ്മുടെ സുശേഷ ഭാഗ്യങ്ങൾ എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ദാരിദ്ര്യാരൂപി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ പറയാണ് ഭൗതികമായിട്ട് ദരിദ്രരാണെങ്കിലും ദാരിദ്ര്യാരൂപി ഉണ്ടാകണമെന്നില്ല ഒരിക്കലും. പല വിധത്തിൽ നമുക്കറിയാം, പലവരെയും കാണുമ്പോഴും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ പല വിധത്തിലൊക്കെ പിന്നോക്കം നിൽക്കുന്നവർക്ക് ദാരിദ്ര്യാരൂപിയിലൂടെ ജീവിക്കുന്നവരല്ല. ദാരിദ്ര്യാരൂപി എന്ന് പറയുന്നത് ദൈവം ആണ് എല്ലാം എന്നുള്ളതാണ്. എനിക്കൊന്നുമില്ല, ഞാൻ ഒന്നുമല്ല, എല്ലാം ദൈവമാണ്. ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് ദാരിദ്ര്യാരൂപി എന്ന് പറയുന്നത്. അല്ലാതെ സമ്പത്ത് പറയില്ലാതെയോ വസ്ത്രം കൊടുക്കാതെയോ ഒക്കെ അല്ലെങ്കിൽ വിഷയാചിക്കുന്നവരെ പോലെയൊക്കെ നടക്കുന്നൊന്നും അല്ല ദാരിദ്ര്യാരൂപി എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ദാരിദ്ര്യാരൂപി ഉള്ളവർ എന്ന് പറയുന്നത്. പിന്നെ പറയാണ് ദാരിദ്ര്യാരൂപി ഉള്ളവർക്ക് സമ്പത്ത് ഒരു തടസ്സമാണ്. എത്രമാത്രം സമ്പത്തുള്ള വ്യക്തിയാണെങ്കിലും ദാരിദ്ര്യാരൂപിയുള്ള വ്യക്തിയാണെങ്കിൽ അതൊരിക്കലും അവർ സമ്പത്ത് തടസ്സമാകില്ല. ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരുപാട് പേരെ ഇപ്പോൾ ഞാൻ പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും ഒത്തിരിയേറെ ദൈവം സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളവരൊക്കെ പലപ്പോഴും ദാരിദ്ര്യാരൂപിയിലുള്ള ജീവിതത്തിലൂടെ മുന്നോട്ട് കടന്നു പോകുന്നത് കൊണ്ടാണ്. അവരുടെ ജീവിതത്തിൽ ആ ദാരിദ്ര്യാരൂപി ദൈവമാണ് എല്ലാം, എനിക്ക് സമ്പത്ത് നൽകിയ ദൈവമാണ്, അത് എന്റെ സഹോദരനുമായി ഞാൻ പങ്കുവെക്കേണ്ടതാണ് എന്നുള്ള ചിന്തയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. അപ്പോൾ സമ്പത്തൊരു തടസ്സമാകില്ല. അങ്ങനെയുള്ളവരാണ് അനുഗ്രഹീതർ. മക്കാരിയോയ് എന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചത്. ദാരിദ്ര്യാരൂപി എന്ന് പറയുമ്പോൾ മക്കാരിയോയ് എന്ന ഗ്രീക്ക് അല്ലെ അനുഗ്രഹീതർ എന്ന് പറയുന്നതിന് മക്കാരിയോയ് എന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവകൃപയുടെ പാതയിൽ പദമൂന്നിയിരിക്കുന്നവരാണ് അനുഗ്രഹീതർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവകൃപ വെച്ചാൽ ദൈവത്തിൽ പരിപൂർണ്ണ ദൈവകൃപയിൽ ആശ്രയിച്ച് പൗലോസ് ദൈവത്തോട് പറയുന്നുണ്ട്. 3 പ്രാവശ്യം ഉള്ളു മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് എന്റെ കൃപ മതി എന്ന് ദൈവം പറയും. നീ എന്നിൽ ആശ്രയിച്ചാൽ മതി. നീ ഇങ്ങനെയൊക്കെ ആണെന്ന് എനിക്കറിയാം, പക്ഷെ നീ പരിപൂർണമായിട്ട് എന്നിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിട്ട് തീര് എന്നുള്ളതാണ്. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിട്ട് തീരുക എന്ന് വെച്ചാൽ ദൈവകൃപയിൽ പാതയിൽ പദമൂന്നിയിരിക്കുന്നത് വെച്ചാൽ ദൈവകൃപയുടെ പാതയിൽ വഴിയിലൂടെ യേശുവാകുന്ന വഴിയിലൂടെ നടക്കുക എന്നുള്ളത്, യേശുവിൽ ആശ്രയിച്ച് മുന്നോട്ട് നടക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ളവരാണ് അനുഗ്രഹീതർ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ദൈവഹിതം നിറവേറ്റുന്നതിൽ താല്പര്യം എന്ന് പറയുമ്പോൾ പൂർണ്ണമായ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി അത് മനസ്സിലാക്കണമെങ്കിൽ ആ ദൈവസ്നേഹത്തിൽ ആഴപ്പെടണം, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിക്കുകയും തങ്ങൾ തന്നെ സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. വീണ്ടും പറയുന്നത് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന്, ദൈവം നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ജെറമീയ 29:11 പറയുന്നുണ്ടല്ലോ. നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭകരമായ ഭാവി പ്രത്യാശ നൽകുന്ന പദ്ധതി. നമുക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി എന്ന് പറയുന്നത് തീർച്ചയായും ആ രക്ഷ എന്ന് തന്നെയാണ് പറയുന്നത്. ആ രക്ഷ, ആ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ യേശു നൽകിയ രക്ഷയെ കുറിച്ചുള്ള പദ്ധതി, ഈ പറയുന്ന യേശുവിന്റെ ജനന മരണ ഉദ്ധാന മോചനത്തിലൂടെ സാധ്യമാക്കിയ ആ മനുഷ്യരക്ഷയുടെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ, ദൈവഹിതം തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ആ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ആ നമ്മളെ കുറിച്ചുള്ള ആ ഹിതം തിരിച്ചറിയുമ്പോഴാണെന്ന് നമുക്ക് അതിനനുസരിച്ച് ജീവിക്കാനാവുക. അപ്പോഴാണ് നമുക്ക് ദാരിദ്ര്യാരൂപിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ദൈവഹിതം നിറവേറ്റുന്നവരാകുന്നത് തരിപ്പരായിട്ട് മാറാനാകണമെങ്കിലും, അങ്ങനെ രക്ഷ സ്വന്തമാക്കാനാകണമെങ്കിലും നമ്മളെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളായിട്ട് തീരണം. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ക്ലേശകരമാണെങ്കിലും ഇപ്പോഴുള്ളതിന്റെ നൈമിഷികതയെ കുറിച്ച് അവർക്ക് അവബോധമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ക്ലേശം. ഇപ്പോൾ പലപ്പോഴും ചിലപ്പോൾ അവരൊക്കെ എത്ര സമ്പത്തുള്ളവനും ചിലപ്പോൾ ഈ പറയുന്ന ദാരിദ്ര്യാരൂപിയിൽ ജീവിച്ചു പോകുമ്പോൾ നല്ല ക്ലേശകരമായ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരും. അല്ലെങ്കിൽ ദാരിദ്ര്യാരൂപിയിൽ ജീവിക്കുന്നവർക്കൊക്കെ ക്ലേശങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈശോ പറയുന്നുണ്ട്, ഈശോ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്റെ കുരിശും എടുത്ത് അനുഗമിക്കാനാ പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോഴുള്ള ക്ലേശമാണെങ്കിലും ഇപ്പോഴും നൈമിഷികതയെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ, നൈമിഷികത എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും നമ്മൾ വീണു പോകാം. നമ്മൾ ചിലപ്പോൾ രക്ഷ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയുമ്പോഴും എപ്പോ വേണമെങ്കിലും വീണു പോകാം. നമ്മൾ പാപത്തിൽ വീണു പോകാം, ചിലപ്പോൾ രോഗത്തിൽ വീണു പോകാം, ചിലപ്പോൾ അങ്ങനെ പല വിധത്തിലും വീണു പോയേക്കാൻ സാധ്യതയുള്ളവരാണ്. ചിലപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഒക്കെ എന്റെ കുഞ്ഞ് കുഴപ്പമില്ലാണ്ട് ഓടി നടന്നതാണ്.
പെട്ടെന്നായിരുന്നു അവന് ആ പനി പിടിപെട്ടതും ഒരൊറ്റ രാത്രി നേരം കൊടുത്തപ്പോൾ അവൻ രോഗിയായി തീർന്നു. അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് നമ്മൾ പോകാം. അങ്ങനെ പല വിധത്തിലും ആ ഞാൻ വീണുപോയേക്കാം എന്നുള്ള അവബോധം അവർക്ക്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള അവബോധം അവർക്കുള്ളവരായിട്ട് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ്, അങ്ങനെ ഞാൻ എപ്പോ വേണമെങ്കിലും വീണു പോയേക്കാം, എനിക്ക് എപ്പോ വേണമെങ്കിലും രോഗം പിടിപെട്ടേക്കാം, ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്ന എന്ത് വേണമെങ്കിലും എന്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം എന്നുള്ള അവബോധമുള്ളവരാണ് പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് തീരുന്നത്. അവിടെ വേറെ ഒന്നിനും ആശ്രയിക്കാനില്ല. എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നവൻ, എനിക്ക് ആ രക്ഷ പകർന്നു നൽകാൻ സാധിക്കുന്ന ഈശോയാണെന്ന തിരിച്ചറിവിൽ ആ ഈശോയിൽ, ആ രക്ഷയിൽ ആശ്രയിക്കുന്നവരാണ് ആ ഓരോ വ്യക്തി. അങ്ങനെ ആശ്രയിക്കുന്നവർക്കാണ് ഈ രക്ഷ സ്വന്തമാക്കാനാവുക. അതാണ്, അങ്ങനെ ആശ്രയിക്കുക എന്നുള്ളതാണ് യേശു നൽകിയ രക്ഷ പരിപൂർണമായിട്ടും നമുക്ക് സ്വന്തമാക്കാനാകുക എന്നുള്ളത്. അങ്ങനെ ആശ്രയിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നവർക്കാണ് അതിന് സാധിക്കുക എന്ന് ലൂക്കാ സുവിശേഷം നമ്മൾ പറഞ്ഞു വെക്കുന്നു. വീണ്ടും യോഹന്നാൻ സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ 3:3 പറയാണ്, യേശു അവനോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറഞ്ഞു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരു ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. മത്തായി സുവിശേഷകൻ പറയുകയാണ്, നിങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കണം. മാർക്കോസ് സുവിശേഷൻ കഴിഞ്ഞ് മത്തായിലേക്ക് വരുമ്പോൾ അവിടെ പറയാണ്, നിങ്ങൾക്ക് ശിശുവിനെ പോലെ മാതാപിതാക്കളോട് ആശ്രയിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം എന്ന് പറയാം. ലൂക്കാസ് സുവിശേഷൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് പറയുമ്പോൾ ലൂക്കോസ് സുവിശേഷം നമ്മൾ പറഞ്ഞു വെക്കുന്നു, ദാരിദ്ര്യാരൂപിയിലൂടെ ദരിദ്രരായിട്ട് മാറണമെന്ന് നമ്മളോട് പറയുകയാണ്. വീണ്ടും യോഹന്നാൻ ശ്ലീഹ പറയുന്നു, വീണ്ടും ജനിക്കണമെന്ന്. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരു ദൈവരാജ്യം കാണാൻ കഴിയില്ല, ദൈവരാജ്യം സ്വന്തമാക്കാനാകില്ല, അല്ലെങ്കിൽ രക്ഷ സ്വന്തമാക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. എന്താണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്? വീണ്ടും എന്ന് പറയുന്ന വാക്ക് അവിടെ ഉദ്ദേശിച്ച അനോധൻ എന്ന ഗ്രീക്ക് മൂലകത്തിൽ വീണ്ടും ഉന്നതത്തിൽ നിന്ന് എന്നുള്ളതൊക്കെയാണ്. എന്നീ രണ്ട് അർത്ഥങ്ങളുണ്ട്. ശാരീരികമായ രണ്ടാം ജനനമാണ് യേശു ആവശ്യപ്പെടുന്നതെന്ന് വിചാരിക്കുന്ന നിക്കോദേമസിനോ യേശു തിരുത്തുകയാണ് ചെയ്യുന്നത്. യേശു ഇത് പറയുന്നത് നിക്കോദേമസിനോടാണ്. അവിടെ നിക്കോദേമസ് വിചാരിക്കുന്നത് വീണ്ടും ശാരീരികമായിട്ട് ഞാൻ ജനിക്കണം, അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പോയി ജനിക്കണം എന്നുള്ളതാണ്, വീണ്ടും ജനിക്കേണ്ടി വരും എന്നാണ് നിക്കോദേമസ് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യം. അവിടെ ഈശോ അത് തിരുത്തുന്നത് നമുക്ക് കാണുന്നുണ്ട്. ശാരീരികമായ ജനമല്ല, അവിടെ പറയാണ് ദ്വയാർത്ഥമുള്ള ഒരു വാക്ക് ആദ്യം തെറ്റിദ്ധരിക്കപ്പെടുന്നത്. എന്നുവെച്ചാൽ വീണ്ടും ജനിക്കാം എന്ന് പറയുമ്പോൾ അതൊരു ദ്വയാർത്ഥമുള്ള വാക്കായിരുന്നു. അത് ആദ്യം തെറ്റിദ്ധരിക്കപ്പെടുന്നത്, പിന്നീട് അത് തിരുത്തപ്പെടുന്നതും യോഹന്നാൻ അവലംബിക്കുന്ന ഒരു വിവരണ ശൈലിയാണ്. ദൈവരാജ്യം കാണുക എന്നാൽ ദൈവരാജ്യം യാഥാർത്ഥ്യമാക്കുന്ന യേശുവിൽ വിശ്വസിക്കുക എന്നർത്ഥം. വീണ്ടും ജനിക്കുക, ആത്മാവിൽ പുതുജനനത്തെ കുറിച്ചാണ് ഈശോ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആത്മാവിൽ പുതുജനനം നൽകുന്നത് ഈശോ ആണെന്ന് നാം കാണുന്നുണ്ട്. എങ്ങനെയാണ്? വീണ്ടും ആ ദൈവിക ജീവൻ സ്വന്തമാക്കണമെങ്കിൽ, ആ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ വീണ്ടും ആത്മാവിനാൽ ജനിക്കപ്പെടണമെന്നുള്ളത് നാം കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ദൈവരാജ്യം കാണുക എന്നാൽ, ദൈവരാജ്യം സ്വന്തമാക്കണമെങ്കിൽ ദൈവരാജ്യം യാഥാർത്ഥ്യമാക്കുന്ന യേശുവിൽ വിശ്വസിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ആ ദൈവരാജ്യം സ്വന്തമാക്കാനാവുക എന്ന് വീണ്ടും പറഞ്ഞു വെക്കുകയാണ്. എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും യേശുവിൽ ആശ്രയിക്കണം. സ്ലേഖന്മാര് യേശുവിന്റെ മരണത്തിന്, ആ ഉദ്ധാനത്തിന് ശേഷം, യേശുവിന്റെ മരണത്തിന് ശേഷം അവർ കടലിൽ മീൻ പിടിക്കാൻ പത്രോസ്ലീഹയുടെ നേരത്തിൽ വീണ്ടും പോകും നമ്മൾ കാണുന്നുണ്ട്. അവിടെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്ക് ഒന്നും കിട്ടുന്നില്ല. അതിനുശേഷം അവരവിടെ പറയുന്നുണ്ട്, ഒരു നേരം പരപര വെളുക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ കരക്കാരൻ ഒരു വ്യക്തിയെ കൊന്നു. ആ വ്യക്തി പറയുകയാണ്, നിങ്ങൾ വള്ളത്തിന്റെ വലത്ത് ഭാഗത്ത് വലയിറക്കുക. അപ്പൊ പത്രോസ്ലീഹ പറയുന്ന കാര്യമുണ്ട്, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല, പക്ഷെങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. അവർക്ക് വലിയ മത്സ്യസമ്പത്ത് ലഭിക്കുന്നതും യേശുവാണ് എന്ന് തിരിച്ചറിയുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യേശുവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കും. നീ പറഞ്ഞതനുസരിച്ച്, അതുകൊണ്ട് ഞങ്ങൾ വലയിറക്കാൻ പോകണം. ഇതുവരെ ഞങ്ങൾ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, എത്രയോ മണിക്കൂറുകളായി ഞങ്ങൾ അധ്വാനിക്കുന്നു, പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പക്ഷെ നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കണം. ആ ഇറക്കിയ നിമിഷം അവരുടെ ജീവിതത്തിൽ വലിയ അനുഭവം, അവരുടെ ജീവിതത്തിൽ ആ രക്ഷ നൽകിയ യേശു എന്ന അനുഭവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ യേശുവിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം.
വീണ്ടും യേശു ചെയ്ത ഓരോ അത്ഭുതങ്ങളിലും യേശു ചെയ്ത ഓരോ അടയാളങ്ങളിലും നാം ഇത് കാണുന്നുണ്ട്. ഓരോ വ്യക്തികളും സക്കോവേഴ്സിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും സക്കോവേഴ്സ് യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ച് ഒരു ആശ്രയത്വം, എന്റെ ജീവിതത്തിൽ യേശുവിനെ ഒന്ന് കാണണം. പിന്നീട് യേശു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പൂർണ്ണമായിട്ടും അവൻ ആശ്രയിച്ചിട്ടുണ്ട്, ഞാൻ ഇതെല്ലാം തിരികെ നൽകും. പൂർണ്ണമായിട്ട് ദാരിദ്ര്യാരൂപി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ നാം അവിടെ കണ്ടുമുട്ടുന്നുണ്ട്. പൂർണ്ണമായിട്ടും ദരിദ്രനായിട്ട്, ഭൗതികമായിട്ടും അവൻ ദരിദ്രനായിട്ട് മാറുകയാണ്. അവന്റെ സമ്പത്തുണ്ടായിരുന്നപ്പോൾ അവനിൽ ദാരിദ്ര്യാരൂപി ഉണ്ടായിരുന്നില്ല. അവൻ പല വിധത്തിലും ദരിദ്രനായിരുന്നു. മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിലും ബന്ധങ്ങളിലും ഒക്കെ അവൻ ദരിദ്രനായിരുന്നു. പക്ഷെ അവന് ദാരിദ്ര്യാരൂപി ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ദാരിദ്ര്യാരൂപി അവൻ ആ രക്ഷ സ്വന്തമാക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു ചെയ്ത ഓരോ അത്ഭുതങ്ങളിലും, അല്ലെങ്കിൽ നമുക്ക് കാണാനാകുന്നുണ്ട് 38 വർഷം ബത്സയിദ കുളക്കടവിൽ കിടന്ന വ്യക്തി യേശുവിൽ ആശ്രയിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യേശു നൽകിയ രക്ഷ സ്വന്തമാക്കാനാകണമെങ്കിൽ, യേശു നൽകിയ രക്ഷ അല്ലെങ്കിൽ യേശു പ്രഘോഷിച്ച ആ ദൈവരാജ്യം സ്വന്തമാക്കാനാകണമെങ്കിൽ ഈശോ പറയുന്നുണ്ടല്ലോ, മത്തായി സുവിശേഷം അല്ലെ മർക്കോസ് സുവിശേഷം പറയുകയാണ്, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് രക്ഷ സ്വന്തമാക്കാനാവുക, അല്ലെങ്കിൽ ദൈവരാജ്യം സ്വന്തമാക്കാനാവുക എന്ന് പറയുമ്പോൾ ആ പരിപൂർണമായിട്ടുള്ള ആശ്രയത്വവും പരിപൂർണമായ സമർപ്പണവും എന്ന് തന്നെയാണ് ഈശോ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. യേശു പ്രഘോഷിച്ച ആ പ്രഘോഷണത്തിന്റെ ഉള്ളടക്കമായ ദൈവരാജ്യം അല്ലെങ്കിൽ രക്ഷ, പാപത്തിൽ നിന്നുള്ള മോചനവും നമ്മുടെ നീതീകരണവും നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവീയ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനൊക്കെ ആകണമെങ്കിൽ, അങ്ങനെയുള്ള ആ യേശു നൽകിയ രക്ഷ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനാകണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യും. എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ടും യേശുവിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക, പരിപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ കരങ്ങൾ രണ്ടും ചേർത്ത് വയ്ക്കാം. യേശുവെ, അങ്ങ് പ്രഘോഷിച്ചത് മുഴുവനും ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. ആ ദൈവരാജ്യത്തിന്റെ സവിശേഷതകളെ കുറിച്ച് മുഴുവൻ അങ്ങ് പ്രഘോഷിച്ചു. ഞങ്ങളോട് സ്നേഹിക്കുന്ന പിതാവിനെ കുറിച്ച്, ദൈവം സ്നേഹിക്കുന്ന പിതാവ് ഭരണം നടത്തുന്ന ഇടത്തെക്കുറിച്ച് ഒക്കെ ഞങ്ങളോട് പറഞ്ഞു വയ്ക്കും. അതിന്റെ രീതികളെ കുറിച്ച് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു വെച്ചു. അതിന്റെ ലക്ഷ്യം എന്താണെന്ന്, ഞങ്ങൾ ഓരോരുത്തരുടെയും രക്ഷയാണ് അതിന്റെ ലക്ഷ്യമെന്ന് ഈശോയെ അങ്ങ് പറഞ്ഞു വെച്ചു. അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിലുള്ള മോചനവും ദൈവജീവനം സ്വന്തമാക്കലാണെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ രക്ഷ, അങ്ങ് പ്രഘോഷിച്ച ആ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനാകണമെങ്കിൽ അങ്ങിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം എന്ന് പറയുമ്പോൾ അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കണം. ഞങ്ങളുടെ ജീവിതത്തെ മാനസാന്തരത്തിലൂടെ നയിക്കണം. ഞങ്ങളെ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കുന്നവരായി മാറണം എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് അങ്ങ് തരികയായിരുന്നു. കർത്താവേ, അങ്ങിൽ ആശ്രയിക്കുന്നവരായി മാറുവാൻ ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിലും, ജീവിതത്തിലെ ഏതൊരു നിമിഷങ്ങളിലും ദൈവമേ പൂർണ്ണമായിട്ടും അങ്ങിൽ ആശ്രയിക്കുന്നവരും അങ്ങിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അതിലൂടെ മുന്നോട്ട് പോകുന്നവരുമായി തീരുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ജിനിയുടെ ക്ലാസ് ആയിരുന്നു. ക്ലാസ് വളരെ മനോഹരമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് യേശുവിന്റെ പ്രഘോഷണ മാർഗം പറ്റി പറയുമ്പോൾ അത് പഴയ ക്ലാസ്സിനെ പറ്റി എല്ലാം പറയുണ്ടായി. മാനവരാശിയുടെ രക്ഷയാണ്, പാപത്തിൽ നിന്നുള്ള മോചനമാണ്, ദൈവിക ജീവനുള്ള അതിന് ഊന്നൽ കൊടുത്തുള്ളതാണ്, അതാണ് ലക്ഷ്യം എന്ന് കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം പറഞ്ഞ പ്രാവശ്യത്തെ പറ്റി പറഞ്ഞത് ശ്വാസവും മാനസാന്തരവും എന്നുള്ള ഇതാണ്. ശ്വാസവും മാനസാന്തരവും യേശുവിന്റെ അതിനുശേഷം പിന്നീട് എല്ലാ സുവിശേഷങ്ങളും അടിസ്ഥാനമായിട്ട് നമ്മൾക്ക് പറയുണ്ടായി. പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവിടെയും നമ്മൾ വിശ്വസിച്ച് ആശ്രയത്വത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുക, സമർപ്പണം നടത്തുക എന്നുള്ളതാണ് ഇവിടെ എല്ലാം. വിശ്വസിക്കുക, അതുപോലെ താന്ത്രപ്പെടുക, നമ്മുടെ ജീവിതത്തിൽ ശ്വാസം, ആശ്രയം അത് ആവശ്യമാണ്. അതിനുശേഷം പറയുന്നത് ദ്രോഹിയും ആശ്രയിക്കാൻ, അല്ലെങ്കിൽ കൊണ്ടുവന്നവർക്ക് ആശ്രയിക്കാൻ യേശുവിലാണ്. അതുകൊണ്ട് കാര്യങ്ങൾ അവർ ചെയ്തു എന്നുള്ളതാണ്. ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴത്തേക്ക് കാൽ നിറയപ്പെട്ടിരുന്നതുകൊണ്ട് അവർ മേൽക്കൂര
പൊളിച്ച് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. കാരണം യേശുവിൽ അവർ ആശ്രയിക്കുകയാണ്. അതുപോലെ പാപിനിയ സ്ത്രീയെ കൊണ്ടുവന്നു, കല്ലെറിയാൻ കൊണ്ടുവന്നാണ്. പക്ഷെ പാപിനിയ സ്ത്രീക്കും യേശുവിലാണ് ആശ്രയം എന്നുള്ള ആ ഒരു ഇത്. നമ്മുടെ അടുത്തത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള മത്തായിയുടെ സുവിശേഷത്തിൽ സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനസ്സിൽ ആണ് ശിശുക്കളെ പോലെ എന്നുള്ള അവരുടെ നിഷ്കളങ്കതയെക്കാളും കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നത് ശിശു ആശ്രയബോധമാണ്. അവിടെ ആശ്രയത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യമാണ്. സമ്പൂർണമായി ആശ്രയിക്കുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വീണ്ടും ഉദാഹരണങ്ങൾ പറഞ്ഞത്, രക്തസ്രാവക്കാരി സ്ത്രീ ആശ്രയിച്ചു, വേറെ ഒന്നും ഇല്ല. അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ആ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടാല് തീർച്ചയായിട്ടും സൗഖ്യപ്പെടും എന്നുള്ള ആശ്രയം, അതുകൊണ്ട് പുറത്ത് വന്നു. അതുപോലെ അന്ധനായ ബർത്തിമേയുസും ആശ്രയിച്ചു. മറ്റുള്ളവരെല്ലാം തടസ്സമായിരുന്നെങ്കിലും ആശ്രയിച്ചു. കർത്താവ് കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷത്തിലൂടെ അതിനെപ്പറ്റി പറഞ്ഞത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്, ശിഷ്യന്മാരോട് പറഞ്ഞു, കണ്ണുകെഴുത്തി പറഞ്ഞു, ദരിദ്രർ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇവിടെയും ദരിദ്രാവസ്ഥ അല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിലും അവര് ആശ്രയിക്കണമെന്നില്ല. അതുപോലെ തന്നെ സമ്പത്തുണ്ട്, അവിടെയും ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ ഒരു മനോഭാവമാണ് വേണ്ടത്. ദൈവത്തിൽ ആശ്രയിക്കുക. സമ്പത്തൊന്നുമില്ല, ദരിദ്രമാണ്, പക്ഷെ ആ വ്യക്തിയും ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്, അതാണ് പ്രധാനപ്പെട്ടത്. അതുപോലെ സമ്പത്തുണ്ട്, സമ്പത്തിനേക്ക് ഉണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ദൈവം തന്നതാണ്. അപ്പോൾ ആ വ്യക്തി കൊടുക്കുവാനൊക്കെ മനസ്സാകും. ആ കാര്യം ദൈവത്തിലാണ് ആശ്രയം, ദൈവം തന്നതാണെന്നുള്ള ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ട്. ആ മനോഭാവത്തിലാണ് എപ്പോഴും പോകുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തില് പറയുന്നത് വീണ്ടും ജനിക്കുക എന്നുള്ള ഇതിനെ പറ്റിയുള്ള സന്ദേശമാണ്. അവിടെയും വീണ്ടും ജനം എന്ന് പറയുന്നത് അവിടെ ദൈവത്തിലുള്ള ആശ്രയം, ഉന്നതത്തിൽ നിന്നുള്ളതിനെ സ്വീകരിക്കുക, ഉന്നതത്തിലുള്ള ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ടുപോകുക. അവിടെ ഉദാഹരണങ്ങൾ പറഞ്ഞതില് ശിഷ്യന്മാർ വീണ്ടും മീൻ പിടിക്കുവാനായിട്ട് പോയി, രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ അവിടുന്ന് പറഞ്ഞു വീണ്ടും വലയിടുക. അപ്പോൾ പറഞ്ഞു, നീ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ വലയിടാം. അവിടുന്ന് ഈശോയിൽ അവർ ആശ്രയിച്ചു. അവര് അനുഭവമുള്ളവരായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല, പക്ഷെ ആശ്രയിച്ചു. ഈശോയിൽ ആശ്രയിച്ച് അവർ വലയിട്ടപ്പോഴത്തേക്ക് അവരെല്ലാം അത്ഭുതപ്പെടുത്തി മാറി അവർക്ക് മീൻ കിട്ടിയെന്നുള്ളതാണ്. വീണ്ടും ഉദാഹരണങ്ങൾ പലത് പറഞ്ഞു. സക്കേവുസിന്റെ ജീവിതം, അതുപോലെ തന്നെ 38 വർഷം ബെത്സയ കുളത്തിലായിരുന്ന വ്യക്തിയെ പറ്റി പറയുകയുണ്ടായി. ഇവിടെ ഇല്ല നമ്മൾ കാണുന്നവര് ഈശോയിൽ ആശ്രയം വെച്ചപ്പോൾ അവിടെ രക്ഷ കൈവന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജെനി സാറ് ക്ലാസ് എടുത്തു. പല അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾക്ക് വേണ്ടിയുള്ള ക്ലാസ് എടുക്കുവാനുള്ള തീക്ഷ്ണതയും ഉത്തരവാദിത്വ ബോധവും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. കാരണം മകൻ അഗസ്റ്റിൻ മോന് ആശുപത്രിയിലാണ്, അതിൻ്റെതായ നോക്കണം, ഇതെല്ലാം ഉണ്ട്. എന്നാലും ഇതിനുവേണ്ടി എപ്പോഴും പ്രത്യേകം ഞങ്ങൾ കൊച്ചിന് വേണ്ടി പ്രത്യേകം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പ്രത്യേകിച്ച് ജെനിസാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളെ വീണ്ടും ക്ലാസ്സിലേക്ക് വിളിച്ചു ചേർത്തതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ക്ലാസ്സിലെ അതുപോലെ തന്നെ മിനിസ്ട്രിക്ക് നേതൃത്വം വഹിക്കുന്നവരെ എല്ലാവരെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. ക്ലാസ് എടുക്കുന്നവരെയും ഇപ്പോഴെടുത്ത ജിന്നി സാറിനെയും അതുപോലെ തന്നെ ഷിജുവിനെയും എല്ലാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ മറ്റ് നേതൃത്വം വഹിക്കുന്നവർ ഓരോരുത്തരെയും യേശു അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ജിന്നി സാറിന്റെ മകൻ അഗസ്റ്റിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. യേശു അവിടുന്ന് വചനമയച്ച് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് വചനമയച്ച് സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിളിച്ചു എന്നുള്ള ആ വചനത്തിന്റെ അഭിഷേകം ലഭിക്കട്ടെ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയിൽ ആശ്രയം വെച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥന്റെ നമ്മൾ പ്രാർത്ഥിച്ചു. വീണ്ടും ഈ നിമിഷങ്ങളിലും പ്രാർത്ഥിക്കാൻ, അനുഗ്രഹിക്കാൻ, ആശീർവദിക്കണം അമ്മയുടെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങിത്തരും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സൗഖ്യം ലഭിക്കട്ടെ, മാതാവിന്റെ മധ്യസ്ഥയിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മറ്റ് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ ആശീർവദിക്കണമേ. കൂട്ടായ്മയിലുള്ള ഓരോരുത്തരും
ഈശോ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ശിംഷയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പിതാവിന്റെ സകല വിശുദ്ധരുടെയും മധ്യസ്ഥമുള്ള എല്ലാവർക്കും ലഭിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ആഗമനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഓരോ ദിവസമുള്ള പുൽക്കൂട്ടിലേക്കുള്ള യാത്ര, അപ്പത്തിന്റെ ക്കുള്ള യാത്ര, അതെല്ലാം വളരെ മനോഹരമായി പോകുവാനും അതിൽ പങ്കെടുക്കുന്നവരും അതിന് എല്ലാം മനോഹരമായിട്ട് ക്ലാസ്സുകളിലൂടെ കൂടുതൽ നമ്മൾക്ക് ബോധ്യങ്ങളും ആഴങ്ങളും ഒക്കെ ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ശരിയും അച്ഛനതിന്റെ വിശദീകരണം തന്നു. ഞാൻ ഒന്നുകൂടി പറയുന്നു. അത് 4 സുവിശേഷങ്ങളിലൂടെ യേശുവിന്റെ പ്രഘോഷണ മാർഗത്തെ കുറിച്ച്, വിശ്വാസവും മനസ്സാന്തരത്തെയും പറ്റി തിരിച്ചേട്ടൻ ക്ലാസ് മനോഹരമായിട്ട് എടുത്തു തന്നു. യേശു തന്റെ പീഡാസഹന മരണോത്ഥാനത്തിലൂടെ അവിടുന്ന് നേടിത്തന്ന ആ രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ട പ്രത്യുത്തരമാണ് വിശ്വാസവും മനസ്സാന്തരവും എന്ന്. അത് 4 സുവിശേഷങ്ങളിലൂടെ വിവരിച്ച് തരികയായിരുന്നു. അച്ഛൻ അതെല്ലാം ഓരോന്ന് പറഞ്ഞു. വീണ്ടും ഞാനത് പറയണോ? അപ്പൊ മർക്കോസിന്റെ സുവിശേഷത്തില് മനസ്സാന്തരപ്പെടുവാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ എന്നതും, മത്തായിയുടെ സുവിശേഷത്തില് ശിശുക്കളെ പോലെ നാം ആയിത്തീരണമെന്നതിനെ കുറിച്ചും, ലൂക്കായുടെ സുവിശേഷത്തില് നമ്മുടെ ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ എന്ന ആ വചനത്തില് അതിലൂടെയും, പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തില് വീണ്ടും ജനിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച്, ആത്മാവിൽ വീണ്ടും ജനിക്കുക, അതിനെക്കുറിച്ച്, അങ്ങനെ 4 കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. അതിനെക്കുറിച്ചുള്ള അവബോധം ഒരിക്കൽ കൂടി നമുക്ക് ഉണർത്തിരിയാണ് ചെയ്ത് ജനിച്ചേട്ടൻ. അപ്പൊ ഒത്തിരി നന്ദി പറയുന്നു. ഈ ക്ലാസ് അങ്ങനെ വീണ്ടും മനോഹരമാക്കി ഒരിക്കൽ കൂടി തന്നതിനെ ഓർത്ത് യേശുവിന് നന്ദി പറയുന്നു. ആവേ മരിയ. താങ്ക് യു. താങ്ക് യു സിസ്റ്ററെ. ഇതിപ്പോ ഒരു ക്ലാസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അച്ഛൻ ഒന്ന് പറയുന്നു, അത് കഴിഞ്ഞ് സിസ്റ്റർ ഒന്ന് പറയുന്നു, അത് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മുടെ ഷിജു ഒന്നുകൂടെ പറയും. അപ്പൊ നമ്മളത് മനഃപ്പാടമാക്കുകയല്ലേ ചെയ്യുന്നേ. ഇത്രയും നല്ലൊരു ക്ലാസ് എവിടെ കിട്ടുന്ന. താങ്ക് യു സിസ്റ്ററെ. ഷിജു. ഓക്കെ. നിങ്ങളുടെ വീഡിയോ ഒക്കെ ഓണാക്കാൻ പറ്റുമെങ്കിൽ അതൊരു സന്തോഷമാണ്. പറ്റുന്നവരെല്ലാം വീഡിയോ ഓണായി. എനിക്ക് നമ്മുടെ ഈ ക്ലാസ്സുകളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. കാരണം ഇത് നമ്മുടെ ഒരു പ്രത്യുത്തരമാണ്. ബാക്കി ഇതിനു മുമ്പ് കേട്ടതെല്ലാം ഈ പ്രത്യുത്തരത്തിലേക്ക് നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ ഇത് വെറും അറിവ് മാത്രമായിട്ടിരിക്കും. അതായത് യേശു നമുക്ക് നേടിത്തന്ന രക്ഷ ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അനുഭവമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഷൂബിൽ അത് അതിന്റെ ബേസിക് ഇത് കണ്ടതാണ്. ഇത് കുറച്ചും കൂടെ ആ സുവിശേഷത്തിലൂടെ പറയുമ്പോൾ 2 കാര്യം മാത്രം ചെയ്യാൻ പോകുന്നത്: വിശ്വാസവും മാനസാന്തരം. വിശ്വസിച്ച് മാനസാന്തരപ്പെടുക. അപ്പൊ അതിലേക്ക് ഒരു മിനിറ്റ് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് മറന്നു പോകരുത്. ഈശോ അന്ധനായ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്. അവൻ കാറിക്കൂടി ഒച്ചപ്പാടും ബഹളം എടുത്തിട്ട് പറയുന്നുണ്ട്, എനിക്ക് അവനെ കാണണം. ഈശോ നടന്നു പോകുന്ന കേട്ട് ജന്മന അന്ധനായവനെ വിളിച്ചപ്പോ ബാക്കിയുള്ളവർ പറഞ്ഞു, എടാ മിണ്ടാതിരിട അവിടെ, നീ എന്തൊരു ബഹളവാടാ എടുക്കുന്നത്, കണ്ണ് കാണാൻ മേലെങ്കിലും എന്തൊരു സ്വരവാ. നമ്മളങ്ങനെ പറയല്ലേ. അവന് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണേലും അവന്റെ വാ തുറന്നാ വരുന്ന വാക്ക് എന്തൊരു വാക്കാ എന്ന് പറയുന്ന പോലെ ശിഷ്യന്മാര് പറഞ്ഞു, എടാ മിണ്ടാതിരിട കുരുത്തം കേട്ടവനെ, നീ ഒച്ചപ്പാടും ബഹളം എടുക്കുന്നതിനാ. അപ്പൊ അവൻ പറഞ്ഞു, ദാവീദിന്റെ പുത്ര പാപിയായ എന്റെ മേൽ കരിയണമേ എന്ന്. ശിഷ്യന്മാർക്ക് സൈറ്റില്ല. അവന്മാർ പറഞ്ഞു, മിണ്ടരുത്. അപ്പൊ ഈശോ മുന്നോട്ട് പോയി. ഈശോ നിന്നിട്ട് ചോദിച്ചു, ആരാ അത്? ഇന്നയാളാണ്, അവന് കാഴ്ച കാണാൻ മേല, എങ്കിലും എന്തൊരു ഒച്ചപ്പാടാ, ബഹളാ. അപ്പൊ ഈശോ അവനെ വിളിച്ചു, അടുത്തേക്ക് വിളിച്ചു. ഞാനേ പലപ്പോഴും ആ ഭാഗം വായിച്ചപ്പോ എന്നെ അത്ഭുതപ്പെടുത്തി. അവൻ പുറകുപ്പായ എടുത്ത് ദൂരെ അറിഞ്ഞിട്ട് ഓടിച്ചെന്നത്. കണ്ണിന് കാഴ്ചയില്ലാത്തവനെ. അവന്റെ ആഗ്രഹവും തീക്ഷ്ണത അത്ര, അവന്റെ മറുപടി അത്രയും സ്ട്രോങ് ആയിരുന്നു. അവന്റെ തിരിച്ചുള്ള പ്രതികരണം അത്രയും സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ വിശ്വാസ മാനസാന്തര പ്രത്യുത്തരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈശോ ഇന്നും നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കർത്താവ് ബൈബിള് മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയാൽ
കർത്താവ് ചോദിക്കുന്നത്, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഈശോ പറയുന്നത്, നീ എന്ത് വിശ്വസിക്കുന്നു അത് സംഭവിക്കും. അപ്പൊ അത്രയും നമ്മുടെ വിശ്വാസത്തിന്റെ അതിന്റെ തന്നെ ഭാഗമാണ് മാനസാന്തരം. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. മർക്കോസിന്റെ സുവിശേഷം ജനി ഓർമ്മപ്പെടുത്തി, അത് വിശ്വാസ മാനസാന്തരമാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള മാർഗം. വേറെ മാർഗമൊന്നുമില്ല. അതിൽ മത്തായി വരുമ്പോൾ മത്തായി ശ്ലീഹ പറയുന്നത് ഇത് തന്നെ, നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം. അതാ ജനി പറഞ്ഞ, ആശ്രയിക്കണം. ഒരു ശിശു അപ്പനെ അമ്മയൊക്കെ ആശ്രയിക്കുന്നത് പോലെ ആശ്രയിക്കണം. അത് തന്നെ ഈശോ പറഞ്ഞ, ഞാൻ ഇത് നിനക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അത് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്. ദൈവരാജ്യം ദരിദ്രാരൂപി. ഒന്നും നമ്മൾ പഠിച്ചതാണ്. എല്ലാം എനിക്കുള്ളപ്പോഴും ഒന്നും ഇല്ലാത്തവനെ പോലെയും ഒന്നും ഇല്ലാത്തപ്പോഴും എല്ലാം ഉള്ളവനെ പോലെയും ജീവിക്കാൻ കഴിയുന്ന ദാരിദ്ര്യാരൂപി എൻ്റെ ഉള്ളിൽ സ്ട്രോങ് ആകുന്നുണ്ടോ, സജീവമാകുന്നുണ്ടോ? അത് തന്നെയാണ് യോഹന്നാൻ ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ. അപ്പൊ അതില് നിക്കോദോസ് വിചാരിച്ചു വീണ്ടും ജനിക്കാന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് വരിക എന്നുള്ളതാണ്. അവിടെ ആ രണ്ട് ദ്വയാർത്ഥമുണ്ട് എന്നാണ് പുതിയ പഠന ബൈബിളിന്റെ ഫുട്നോട്ടിൽ അതുണ്ട്. അവിടെയല്ല, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ജീവിതത്തെ മുഴുവൻ പരിവർത്തന വിധേയമാക്കുക എന്ന് പറയുന്നതാണ്. അവനിൽ, കർത്താവിൽ ആശ്രയിക്കുക, അവനിൽ ജീവിതം ഏൽപ്പിക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ ഇത് നമ്മുടെ ഇതുവരെ കേൾക്കുന്നത്, ഇനി നമ്മൾ ഒരു അടുത്ത അപ്പസ്തോല കരിക്മയുടെ വരുമ്പോഴും അതിൽ വിശ്വാസ മാനസാന്തരം ഉണ്ട്. അത് കുറച്ചും കൂടെ നമ്മൾ അതിന്റെ ആ ഒരു ഡയമെൻഷനിൽ മനസ്സിലാക്കും. പക്ഷെ ഇത് ബേസിക് സാധനം, നമ്മുടെ പ്രത്യുത്തരമാണ്. ഇത് ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം കേട്ടിട്ട് ഒരു കാര്യമില്ലാതെ പോകും. അപ്പം വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക. എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് കർത്താവ് അനുദിനം നമ്മളോട് ചോദിക്കുകയാണ്. ആ അനുദിനം ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വിശ്വാസം എവിടെയാണ് നിൽക്കുന്നത്? ആ അന്ധനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. വേറെ ഒന്നും പറയുന്നില്ല, എനിക്ക് കാഴ്ച വേണം. തളർവാദ രോഗി 4 പേരും കൂടെ എടുത്തുകൊണ്ട് വന്നപ്പോ എന്ത് സംഭവിച്ചു? അവര് ഇത്ര ജനക്കൂട്ടമാണ് വീട് പൊളിച്ചതെന്ന് അവര് നോക്കിയില്ല, അവര് വിശ്വസിച്ചു. ബെസൈദ കുളക്കരയിൽ കിടന്നവനോട് ചോദിച്ചു, അവൻ വിശ്വാസത്തിന്റെ വേറൊരു ഭാഗമാണ് പറഞ്ഞത്. ആരെങ്കിലും ഒന്ന് എടുത്ത് ഇറക്കിയായിരുന്നെങ്കിൽ, എന്നെ കുളത്തിൽ ഇറക്കിയായിരുന്നെങ്കിൽ ഞാൻ 7 കൊണ്ട് സുഖപ്പെട്ടേനെ. ആ ആശ്രയത്വമാണ്, ആ വിശ്വാസത്തിന്റെ ആശ്രയത്വമാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ സമരിയാക്കാരിയായ സ്ത്രീ കിണറ്റിൻകരയിൽ ഇരുന്ന് പറയുന്നത് വിശ്വാസത്തിന്റെയും ആശ്രയത്വത്തിന്റെയും ഒക്കെ വാക്കുകളാണ്. സക്കേവൂസ് മരത്തിൽ നിന്ന് ഊർന്നിറങ്ങി അവന്റെ വീട്ടിലേക്ക് ഈശോയെ കൊണ്ടുപോയത് സക്കേവൂസിന്റെ വിശ്വാസത്തിന്റെയും ആശ്രയത്വത്തിന്റെയും ഭാഗമാണ്. അപ്പൊ ഇത് ആരിൽ സജീവമായി വർക്ക് ചെയ്യുന്നു അവരിലൊക്കെ റിസൾട്ട് ഉണ്ടാവും. അസീസി വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചു എന്നാണ്. ഏത് വിശുദ്ധരെ എടുത്തു നോക്കിയോ, വിശുദ്ധ നമ്മൾ പറയല്ലോ, ഈശോ കയ്യിൽ പോയി കുഞ്ഞായിരുന്ന സെന്റ് ആന്റണി, നമ്മുടെ സെന്റ് ആന്റണി ആശ്രയിച്ചു. അപ്പൊ ഈ തരത്തിൽ നമുക്ക് നമ്മുടെ ഈ ദിവസങ്ങളിലൂടെ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ ഈ ഒരു ആശ്രയത്വം, ദൈവമേ നീയല്ലാതെ മറ്റാരുമില്ല എന്ന് നമ്മൾ വാക്കല്ല, അത് ജീവിതത്തിന്റെ ഭാഗമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നമ്മുടെ പ്രത്യുത്തരം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ റിസൾട്ട് കുറയും, ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര നമുക്ക് പ്രയാസകരമാകും. ഈ വിശ്വാസ മാനസാന്തര പ്രത്യുത്തരം നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തേരം സജീവമായി വരുന്നോ അതനുസരിച്ച് ദൈവരാജ്യത്തിലേക്ക് നാം വളരും, ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര എളുപ്പമാകും. ആമേൻ.